ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലിപ് കെയർ എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കുക, അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നോർമലി എല്ലാവരും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ, ലിപ്സിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുക, അതായത് ഭയങ്കര കറുത്തിരുണ്ട കളർ വരിക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ചാപ്ഡ് ആവുക, ഭയങ്കര ഡ്രൈനെസ്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ ഒരു കാരണം നല്ല രീതിക്ക് നറിഷ്മെൻറ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ മോയ്സ്ചറൈസേഷൻ ഒന്നും നമ്മുടെ ലിപ്സിന് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും നറിഷ്മെൻറ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ലിപ് കെയർ നല്ല രീതിക്ക് പ്രോപ്പർ വേയിൽ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ലൊരു ലിപ് ബാം ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ലിപ്പ് നമ്മൾ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട വീക്ക്ലി 2 ടൈംസ് ഒക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇനി വൺസ് ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ലിപ്സ് ഇതേപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പം, അതായത് ലിപ് സ്ക്രബ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് എക്സ്ഫോളിയേഷൻ നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് സൂത്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് പ്ലംപ്ലർ ആയിട്ടുള്ള ലിപ്സ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഏറ്റവും അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു നറിഷ്മെൻറ്റും ഒരു സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ്, അതോടൊപ്പം തന്നെ ഡിസ്കളറേഷനൊക്കെ ഒന്ന് ലൈറ്റ് ആക്കാനൊക്കെ, അതായത് പിഗ്മെൻറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ലൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലിപ്സിലും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തർ ആയിട്ടുള്ള ലിപ്സ് കിട്ടും. അപ്പോൾ വീക്കിലി വൺസ് അല്ലെങ്കിൽ 2 ടൈംസ് മാത്രം ലിപ് സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ലിപ് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സ്റ്റബ്ബൺ ലിപ്സ്റ്റിക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ലിപ് സ്ക്രബിങ്, അതായത് നമ്മൾ എക്സ്ഫോളിയേഷനൊക്കെ ചെയ്യുമല്ലോ, എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെ പ്രോപ്പർ വേയിൽ നല്ല രീതിക്ക് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ലിപ്സിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫാസ്റ്റായിട്ട് ബലം പിടിച്ചൊരിക്കലും നിങ്ങൾ സ്ക്രബിങ് ചെയ്യരുത്. ലിപ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ജെൻറ്റിലായിട്ട് സ്ക്രബിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സ്ക്രബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ ലിപ്സിന് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് മാർക്കറ്റിലും അതേപോലെ തന്നെ ഓൺലൈനിലൊക്കെ പലതരത്തിലുള്ള ലിപ് സ്ക്രബ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലിപ് സ്ക്രബാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ് സ്ക്രബാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ വൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ലിപ് സ്ക്രബാണ്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, പോംഗ്രാനൈറ്റ്, അങ്ങനെയൊക്കെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്, എടുക്കാവുന്നതാണ്, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്ത് ലിപ് സ്ക്രബ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ലല്ലോ, അപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട് പ്രൊഡക്റ്റ്. ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്കും അതോടൊപ്പം തന്നെ ലിപ് സ്ക്രബാണെങ്കിൽ അവരുടെ പ്രൊഡക്ട്സൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, എല്ലാം തന്നെ ആയുർവേദിക് എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ലിപ്സ് ഒന്ന് വെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ, അത് കളയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിപ്സ് ഒന്ന് ചെറുതായിട്ട് വെറ്റ് ചെയ്തു. അതിനുശേഷം നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ലിപ് സ്ക്രബ് നമ്മൾ ലിപ്സിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജെൻറ്റിലി മസാജ് ഓവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് റഫായിട്ട് ചെയ്യരുത് കേട്ടോ, ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജെൻറ്റിലി വേണം മസാജ് ഓവർ ചെയ്യാൻ വേണ്ടി. കുറച്ച് നേരം ചെയ്താൽ മതി, ഒരുപാട് നേരമൊന്നും എടുക്കണ്ട. അതിനുശേഷം വൈപ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആയി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ലിപ് സ്ക്രബിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫോർ ഡ്രൈ ആൻഡ് അതോടൊപ്പം തന്നെ ചാപ്ഡ് ലിപ്സിനും, ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിന്, ഡാർക്കർ ആയിട്ടുള്ള ലിപ്സിന് പറ്റിയൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബട്ടർ പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒട്ടും തന്നെ ഓവറായിട്ട് ഡ്രൈ ആക്കില്ല കേട്ടോ. നല്ലൊരു നറിഷ്മെൻറ്റ്, മോയ്സ്ചറൈസേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിപ് ബാമല്ല, സോറി, നമ്മുടെ ലിപ് സ്ക്രബിൻ്റെ ടെക്സ്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഗ്രീൻ കളറാണ്. പിന്നെ ഇതിൽ തരിത്തരിപ്പ് പോലെ ഉണ്ട് കേട്ടോ. നോർമലി സ്ക്രബിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അതുകൊണ്ടിട്ടാണ് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഡെഡ് സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോകുന്നത്, എക്സ്ഫോളിയേഷൻ പ്രോപ്പർ വേയിൽ നടക്കുന്നത്.
ലിപ് സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സപ്പിൾ ആയിട്ടുള്ള ലിപ്സും അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഒന്ന് പ്ലംപ്ലർ ആയിട്ടുള്ള ലിപ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് ആ ഒരു ഡാർക്ക്നെസ് പോകാൻ കാരണം ഇതിൽ കുറേയധികം ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ്, അതായത് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ടിട്ടാണ് നമ്മുടെ ചുണ്ടിലെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു നല്ല ലിപ് സ്ക്രബാണ്. ML വൈസ് ഒക്കെ എനിക്ക് മറന്നുപോയി കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 15 ml ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണേലും ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പർ വേയിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക്. അപ്പോൾ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ലിപ് സ്ക്രബ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. പ്ലംപ്ലർ ആയിട്ടുള്ള ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് നമ്മളിങ്ങനെ ജെന്റിലി സ്ക്രബ് ഓവർ ചെയ്യുമ്പം നല്ല രീതിക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. പ്രോപ്പർ വേയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ചുണ്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു കുറച്ച് ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ജെന്റിലി മസാജ് ഓവർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷേ നിങ്ങൾ വീക്ക്ലി വൺസ് ഓർ അല്ലെങ്കിൽ 2 മാത്രം യൂസ് ചെയ്യുക, അതിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ലിപ് കെയറിൽ നമ്മൾ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അതായത് ലിപ് സ്ക്രബ് നമ്മൾ വീക്കിലി 2 times ഒക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൺസ് ഒക്കെ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിപ് ബാം തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ സ്കിൻ കൺസേൺ, അതായത് നമ്മുടെ ലിപ്സിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ലിപ് ബാം എങ്ങനത്തെയാണെന്നുള്ള ഒരു ഫസ്റ്റ് തന്നെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ലിപ് ബാം ഡേ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ്, അതായത് SPF 30 എങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് ലിപ് ബാംസ് ഒക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ, ഹൈഡ്രേഷൻ, നറിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ നൈറ്റ് ടൈമിന് നമുക്ക് ലിപ് ബാം, അതായത് SPF ഇൻക്ലൂഡ് ആകണം എന്ന് ഞാൻ നിർബന്ധം പറയില്ല. അപ്പോൾ നൈറ്റ് ടൈമിൽ നമുക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. മോയ്സ്ചറൈസേഷനും ഹൈഡ്രേഷനും മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഡേ ടൈമിലെ പോലെ SPFന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പോൾ അതേപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ലിപ് ബാംസ്, നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, ചുണ്ടിൻ്റെ ആ ഒരു കറുപ്പൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ലിപ് ബാംസ് ഒക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഡീകൺസ്ട്രക്റ്റ്, അതോടൊപ്പം തന്നെ ഡെർമാക്കോയുടെ കോജിക് ലിപ് ബാം. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ ലിപ് ബാം നമുക്ക് അവൈലബിൾ ആണ്. ടിൻറ്റഡ് ലിപ് ബാം വാങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതിൽ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നോർമലി ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഓൾറെഡി നമ്മുടെ ചുണ്ട് പിഗ്മെൻറ്റേഷൻ വരുമല്ലോ, ആ ഒരു രീതിക്ക് കളർ, അതായത് കറുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. സോ ടിൻറ്റഡ് ലിപ് ബാം നിങ്ങൾ വാങ്ങുകയാണെങ്കിലും അതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നല്ല രീതിക്ക് വായിച്ച് നോക്കിയിട്ട് ലിപ്സ് നല്ല രീതിക്ക് എന്താ പറയുക ലൈറ്റൻ ആക്കുന്നതാണ്, കുഴപ്പമൊന്നും ഇല്ല, നമ്മുടെ ലിപ്സ് ഡാർക്കർ ആക്കില്ല എന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണോ അല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്താം കേട്ടോ. ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പം നമുക്ക് ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അല്ലാത്ത കളർലെസ് ആയിട്ടുള്ള ലിപ് ബാംസ് ആണ് എപ്പോഴും നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാംസ്. സോ മാക്സിമം അങ്ങനത്തെ ലിപ് ബാംസ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ലിപ്സിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാനാണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ഡാർക്ക്നെസ് ഒക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കോജിക് ആസിഡ് ഒക്കെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടുള്ള ലിപ് ബാംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പാക്കേജ് വൈസ് നല്ല രീതിക്ക് തന്നെ പ്രൊഡക്റ്റ് ടൈറ്റൻ ആയിരിക്കും കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇതേപോലത്തെ ഒരു പാക്കേജിങ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതൊരു ആയുർവേദിക് ലിപ് സ്ക്രബ് ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ധൈര്യത്തോടെ യൂസ് ചെയ്യാൻ പറ്റും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണല്ലോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ മേ ബി ചിലപ്പോൾ ചെറിയൊരു സ്മെൽ വൈസ് ഒക്കെ നമുക്ക് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ സ്മെല്ലിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റിൽ അത് ഒരു കാരണവശാലും എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് പ്രോപ്പർ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇൻഗ്രീഡിയൻസ് വൈസ് കുറച്ച് നാൾ കഴിയുമ്പം അത് പഴകുമ്പോൾ ഉള്ള ആ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ ഇതിൽ വിസിബിളായിട്ട് വരുള്ളൂ കേട്ടോ. കളറിലല്ല, ചെറിയൊരു സ്മെൽ വൈസിൽ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.